ക്രിസ്മസ് ചോദ്യപേപ്പർ ചോർച്ചയുടെ ഉറവിടം കണ്ടെത്തി ക്രൈംബ്രാഞ്ച്. MS സൊല്യൂഷൻസിലെ അധ്യാപകന് ചോദ്യപേപ്പർ ചോർത്തി നൽകിയ മലപ്പുറത്തെ അൺഎയ്ഡഡ് സ്കൂളിലെ പിയൂണിനെ അറസ്റ്റ് ചെയ്തു. മലപ്പുറം സ്വദേശി അബ്ദുൽ നാസറാണ് അറസ്റ്റിലായത്. വാട്സ്ആപ്പ് വഴിയാണ് ചോദ്യങ്ങൾ ചോർത്തി നൽകിയതെന്ന് പ്രതി അബ്ദുൽ നാസർ മൊഴി നൽകി. മലപ്പുറം മേൽമുറി അദ്ദീൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്യൂണാണ് അറസ്റ്റിലായ പനങ്ങാങ്ങര സ്വദേശി അബ്ദുൽ നാസർ. അബ്ദുൽ നാസർ ജോലി ചെയ്യുന്ന സ്കൂളിലാണ് MS സൊല്യൂഷൻസിലെ അധ്യാപകൻ ഫഹദ് മുൻപ് പ്രധാനാധ്യാപകനായി ജോലി ചെയ്തിരുന്നത്. ഈ ബന്ധത്തിന്റെ പുറത്താണ് ചോദ്യപേപ്പർ ചോർത്തി നൽകിയതെന്ന് ക്രൈംബ്രാഞ്ച് SP KK മൊയ്തീൻകുട്ടി പറഞ്ഞു. പ്രതിയുടെ മൊബൈൽ ഫോണും അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തു. ഇയാളുടെ ഫോൺ ഫോട്ടോ എടുത്ത് അയച്ചിരിക്കുകയാണ്, വാട്സപ്പ് വഴി അയച്ചിരിക്കുകയാണ്. ഫോൺ അതിനുശേഷം അയാൾ ഈ അയച്ചിരിക്കുന്ന മെസ്സേജുകളൊക്കെ ഫോട്ടോസൊക്കെ അയാൾ ഡിലീറ്റ് ചെയ്തായും കാണുന്നുണ്ട്. നേരത്തെ നമ്മൾ ഫഹദിനെ അറസ്റ്റ് ചെയ്തപ്പോൾ അവരുടെ ഫോൺ നോക്കിയപ്പോഴും അതുപോലെ തന്നെ അവരുടെ ഫോണുകളും ഫോർമാറ്റ് ചെയ്തതായി മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ തെളിവ് നശിപ്പിക്കാനുള്ള ഭാഗമായിരുന്നു. ആ വകുപ്പ് കൂട്ടിച്ചേർക്കേണ്ടി വരും. ഇയാൾ കഴിഞ്ഞ വർഷവും പിന്നെ പ്രതിക്ക് കൊടുത്തായി പറഞ്ഞിട്ടുണ്ട്. കാരണം അയാൾ ഒരു ട്യൂഷൻ സെൻറ്റർ നടത്തുന്നുണ്ട്, അതിന് വേണ്ടിയായിരിക്കും. പക്ഷേ ഇതുപോലെയുള്ളൊരു യൂട്യൂബിൽ കൂടി പബ്ലിഷ് ചെയ്യുന്ന ഒരു രീതി നേരത്തെ ഉണ്ടായിരുന്നില്ലല്ലോ. 10ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് +1 പരീക്ഷയുടെ കണക്ക് എന്നീ ചോദ്യപേപ്പറുകളാണ് ചോർത്തിയത്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നിവ ചോർത്തിയിരുന്നുവെങ്കിലും പ്രതിഷേധം ശക്തമായതോടെ യൂട്യൂബ് ചാനലിലൂടെ പുറത്തുവിട്ടിരുന്നില്ല. ചോദ്യപേപ്പർ ചോർച്ചയിൽ കൂടുതൽ പേർക്കും പങ്കുണ്ടോ എന്നും ക്രൈംബ്രാഞ്ച് പരിശോധിക്കുന്നുണ്ട്. കൂടുതൽ തെളിവെടുപ്പിനായി അടുത്ത ദിവസം തന്നെ അബ്ദുൽ നാസറിനെ കസ്റ്റഡിയിൽ വാങ്ങാൻ അപേക്ഷ നൽകുമെന്നും KK മൊയ്തീൻകുട്ടി പറഞ്ഞു. കേസിൽ നേരത്തെ അറസ്റ്റിലായ MS സൊല്യൂഷൻസിലെ അധ്യാപകരായ ഫഹദ്, ജിഷ്ണു എന്നിവർ റിമാൻഡിൽ തുടരുകയാണ്. മുഖ്യപ്രതിയായ MS സൊല്യൂഷൻസ് CEO ഷുഹൈബിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. അമൃത ന്യൂസ്, കോഴിക്കോട്.